ഇനി ഈ സന്ധ്യാവന്തന കഥയുടെ ബാക്കി ഭാഗം ഷഡ്വിംശബ്രാഹ്മണം 5-ാം അധ്യായത്തിൽ പറയുന്നത് എന്താണെന്ന് നോക്കാം. ബ്രഹ്മവാദിനോ വദന്തി കസ്മാത് ബ്രാഹ്മണ സായമാസീന സന്ധ്യാമുപാസ്തേ കസ്മാത് പ്രാതസ്ഥിഷ്ഠൻ. ബ്രഹ്മവക്താക്കളായ ബ്രഹ്മവാദികൾ പറഞ്ഞു, ബ്രാഹ്മണർ സായങ്കാലത്ത് എപ്രകാരം സന്ധ്യയെ ഉപാസിക്കണം. കാചസന്ധ്യ കശ്ച സന്ധ്യായ കാല. എന്താണ് സന്ധ്യ? സന്ധ്യകളുടെ കാലയളവ് എന്താണ്? കിഞ്ച സന്ധ്യായ സന്ധ്യാത്വം. ഈ സന്ധ്യകളുടെ അർത്ഥം എന്താണ്? ഇതിൻ്റെ തത്വം എന്താണ്? ഉത്തരം വക്തുമുപക്രമതേ ദേവാശ്ചാസുരാശ്ച സ്പർദ്ധന്ത. ദേവന്മാരും അസുരന്മാരും സ്പർദ്ധ മൂലം യുദ്ധം ആരംഭിച്ചു. തേ സുരാ ആദിത്യമഭിദ്രവൻ. സ ആദിത്യോ വിധേഹി. അസുരന്മാർ ആദിത്യനെ ആക്രമിച്ചു. തസ്യ ഹൃദയം കൂർമ്മരൂപേണ തിഷ്ഠൽ. ആദിത്യൻ്റെ ഹൃദയം കൂർമ്മരൂപത്തിലായി. അത് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഒതുങ്ങി. കൗജലേ ഊർമി വേഗോ അസ്യ ഇതി കൂർമ്മ. ജലത്തിൽ വേഗമുള്ളത് കൂർമ്മം. താം പൃഥ്വീം സംക്ലിശ്യ അപ്സു പ്രാവിദ്യസ്യ പരാംഗ്രസോത്യക്ഷരസ കൂർമ്മോ അഭവൽ. പൃഥ്വി ജലത്തിൽ മുങ്ങിയപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ കൂർമ്മരൂപത്തിൽ ഒതുങ്ങി. അപ്രകാരം ഒതുങ്ങിയ രൂപത്തിനെ കൂർമ്മം എന്ന് പറയുന്നു. അപ്പോൾ ആദിത്യൻ്റെ ശക്തി അടിസ്ഥാനത്തിൽ ഒതുങ്ങിയപ്പോൾ സ പ്രജാപതി ഉപാധാവൽ. പ്രജാപതി തന്നെ ഉപദേശിച്ചു. തസ്യ പ്രജാപതിരേത് ഭേഷജമപശ്യൽ. അതിന് പ്രതിവിധി ചെയ്യേണ്ടത് ആവശ്യമാണെന്ന് പറഞ്ഞു. കൃതഞ്ച സത്യഞ്ച ബ്രഹ്മചോങ്കാരഞ്ച ത്രിപദാംച ഗായത്രീം ബ്രഹ്മണോ മുഖമപശ്യൽ. കൃതഞ്ച സത്യഞ്ച, കൃതത്തിലും സത്യത്തിലും, ബ്രഹ്മചോങ്കാരഞ്ച, ഓങ്കാരം 3 പാദമുള്ള ഗായത്രി, ബ്രഹ്മണോ മുഖമപശ്യൽ. അത് ബ്രഹ്മജ്ഞാനത്തിന് വേണ്ടി അതിനെ ഉപാസിക്കണം. എപ്രകാരം ഗായത്രി ഉപാസിച്ച് ഇതിന് പ്രതിവിധി ചെയ്യണം എന്ന് പ്രജാപതി പറഞ്ഞു. തസ്മാത് ബ്രാഹ്മണോ അഹോരാത്രസ്യ സംയോഗേ സന്ധ്യാമുപാസ്തേ. അപ്രകാരം ബ്രാഹ്മണർ അഗസ്റ്റിൻ്റെയും രാത്രിയുടെയും സന്ധിയിൽ അഹോരാത്രസ്യ സംയോഗേ സന്ധ്യാമുപാസ്തേ സന്ധ്യയെ ഉപാസിച്ചു. സജ്യോതിഷ്യാജ്യോതിഷോ ദർശനാൽ. ജ്യോതിസ് 2 പ്രകാരത്തിൽ ആകാശത്ത് കാണും. ആ ജ്യോതിസ് ഉള്ളപ്പോൾ സന്ധ്യാവന്ദനം നടത്തണം. ഉദയത്തിന് മുമ്പ് നക്ഷത്രങ്ങൾ ഉണ്ടായിരിക്കും. ആ കാലത്തും അസ്തമനത്തിന് മുമ്പ് സൂര്യനെ കാണാൻ കഴിയും. ആകാശത്ത് ജ്യോതിസ് ഉണ്ടായിരിക്കും. സോ അസ്യാകാല. അപ്രകാരം ജ്യോതിസിനെ കണ്ട് സന്ധ്യാവന്ദനം നടത്തണം. സാ സന്ധ്യ, അതിനെയാണ് സന്ധ്യ എന്ന് പറയുന്നത്. തത് സന്ധ്യായ സന്ധ്യാത്വം. 2 സന്ധ്യകളിലും ഉള്ള സന്ധ്യകളുടെ തത്വം അതിലടങ്ങിയിരിക്കുന്നു. യത് സായമാസീന സന്ധ്യാമുപാസ്തേ തയാ വീരസ്ഥാനം ഭവതി. സായങ്കാലത്ത് ആ സന്ധ്യ ഉണ്ടാകുമ്പോൾ, അപ്രകാരം സന്ധ്യയെ ഉപാസിക്കുമ്പോൾ വീരസ്ഥാനം ചേതി. വീരം, ഓജസ്, ശക്തി ലഭിക്കുന്നു. അധ
യദവ പ്രയുങ്ക്തേതാ വിപ്രുഷോ വജ്രീഭവന്തി. അപ്രകാരം ബ്രാഹ്മണർ ജലമുപയോഗിച്ച് ഗായത്രി ജപിച്ച അർഘ്യം കൊടുക്കുമ്പോൾ അത് ഭൂമിയിൽ പതിക്കുമ്പോൾ വജ്രായുധമായി മാറുന്നു. അസുരന്മാർക്കെതിരെ ആദിത്യന് അനുകൂലമായി യുദ്ധം ചെയ്ത് ആദിത്യൻ്റെ ശക്തി വർദ്ധിപ്പിക്കുന്നതിനുള്ള വജ്രായുധമായി മാറുന്നു. താ വിപ്രുഷോ വജ്രീഭൂത്യാസുരാനഭാഗ്നന്തി. അപ്രകാരം അസുരന്മാരുടെ ശക്തി ഇല്ലാതാക്കാൻ കഴിയുന്നു. തതോ ദേവാ അഭവൻ. അപ്പോൾ ദേവന്മാർ ശക്തി പ്രാപിക്കുന്നു, പ്രത്യക്ഷപ്പെടുന്നു. പരാസുരാ ഭവന്തി. അസുരന്മാർ അകറ്റപ്പെടുന്നു. ആത്മനാ പരാസയ ഭ്രാതൃവ്യോ ഭവതി. മനസ്സിൽ ആത്മാവിൽ ഉള്ള ശത്രുക്കൾ നമ്മിൽ നിന്ന് അകന്നു പോകുന്നു. യ ഏവം വേദ. അപ്രകാരം വേദം പറയുന്നു. യത് സായം പ്രാതശ്ച സന്ധ്യാമുപാസ്തേ തയാ വീരസ്ഥാനം സ്ഥാനം ച സന്തതമവിച്ഛിന്നം ഭവതി. അപ്രകാരം അവിച്ഛിന്നമായി സായം കാലങ്ങളിൽ സന്ധ്യയെ ഉപാസിക്കുമ്പോൾ നാം വീരസ്ഥാനത്ത് എപ്പോഴും നിലനിൽക്കുന്നു. ഓജസ് വീര്യം കിട്ടുന്ന ആ സ്ഥാനത്ത് തന്നെ നാം എപ്പോഴും നിൽക്കുന്നു. യ ഏവം വേദ. അപ്രകാരം വീര്യം നേടാം, ജ്ഞാനം നേടണമെന്ന് വേദം സന്ധ്യാവന്ദനത്തിൻ്റെ പ്രാധാന്യം പ്രകീർത്തിച്ചുകൊണ്ട് പറയുന്നു.